السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه والذين تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ എല്ലാ നോമ്പും അടക്കമുള്ള റമദാൻ മാസത്തിലെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. അതിനുശേഷം 6 നോമ്പും തുടർച്ചയായി നോറ്റ ആളുകൾക്ക് ഇന്നലെ അത് അവസാനിച്ചു, വ്യാഴാഴ്ചയോടുകൂടി. എന്നാൽ 6 നോൽമ്പ് ശവ്വാലിൽ എപ്പോഴും തുടർച്ചയായിട്ടും നോൽക്കാം, അല്ല ദിവസങ്ങൾ മുറിച്ചുകൊണ്ട് സൗകര്യത്തിനനുസരിച്ച് അത് 6 നോമ്പ് നോറ്റ് കൂട്ടുകയും ചെയ്യാം എന്ന് പണ്ഡിതന്മാരായ ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ആഴ്ച പെരുന്നാളും അതുപോലെ ഈദ്ഗാഹും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ക്ലാസ് നിർത്തിവെച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് അത് പുനരാരംഭിക്കുകയാണ്. പിന്നെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കേൾക്കാൻ എല്ലാ ആഴ്ചയും വരുന്ന നിങ്ങൾ കൂടുതൽ ആളുകളെ, ഇതിപ്പോൾ 100 ആളുകൾക്കാണെങ്കിലും 50 ആളുകൾക്കാണെങ്കിലും 25 ആളുകൾക്കാണെങ്കിലും ഒക്കെ അധ്വാനം ഒന്നാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടാൻ വേണ്ടി മാക്സിമം ഇതിൻ്റെ ലിങ്കും അതിൻ്റെ മെസ്സേജുകളൊക്കെ വരാറുണ്ടല്ലോ എല്ലാ ആഴ്ചയും നിങ്ങളെ മൊബൈലിൽ, അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേ കൂടുതൽ ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണക്കാരാവുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ബാബു ഖലായി ഹവായിജിൽ മുസ്ലിമീൻ. അപ്പോൾ സാമൂഹികമായി മനുഷ്യൻ പല ആവശ്യങ്ങളുമുള്ള ആളായിരിക്കും. എല്ലാം തികഞ്ഞവർക്ക് തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. പല വിധത്തിലാണ് ആളുകൾക്ക് ആവശ്യമുണ്ടാകും. ചിലപ്പോൾ പണത്തിന് ആവശ്യമുണ്ടാവും, ചിലപ്പോൾ ഉപദേശം ആവശ്യമുണ്ടാവും, ചിലപ്പോൾ കയ്യിലുള്ള ഏതെങ്കിലും വസ്തു അത് വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനാവശ്യമായ മാർക്കറ്റ് ഏതാണ്, മറ്റേതാണ്, അതിൻ്റെ വില എന്താണ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ആളുകൾക്ക് പല വിധത്തിലും സഹായിക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഇവിടെ ബാബു ഖലായി ഹവായിജിൽ മുസ്ലിമീൻ, അപ്പോൾ തൻ്റെ സതീർത്ഥരായ അല്ലെങ്കിൽ തൻ്റെ വിശ്വാസത്തിൽ തന്നോടൊപ്പം സഹോദരങ്ങളായ മറ്റ് വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ. അവർക്കെന്തെങ്കിലും ഒരു വിഷയം, സാമ്പത്തികമാകട്ടെ വൈജ്ഞാനികമാകട്ടെ മറ്റു വിധത്തിലുള്ള കാര്യങ്ങളാകട്ടെ ഒരാവശ്യം അയാൾക്കുണ്ട്. എന്നാൽ ആവശ്യം പരിഹരിച്ചു കൊടുക്കുന്നതിൽ ഇവൻ്റെ പങ്കാളിത്തം അത് വളരെ പുണ്യകർമ്മമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹദീസ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യുസ്ലിമുഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അപ്പോൾ അൽ ഉഖുവത്തു ഫിൽ ഇസ്ലാം എന്ന് പറയുന്നത്, അൽ ഉഖുവത്തു ഫിൽ ഖറാബ, കുടുംബ ബന്ധത്തിലൂടെയുള്ള സഹോദരന്മാരുണ്ടാവും. സ്വന്തം മാതാപിതാക്കൾക്ക് ജനിച്ച സഹോദരന്മാർ, അല്ലെങ്കിൽ കസിനുകൾ, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ, ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ, ഇതൊക്കെ കുടുംബ ബന്ധത്തിൽ പരസ്പരം സഹോദരന്മാരാകുന്ന ആളുകളാണ്. അതിനൊക്കെ വ്യത്യസ്ത നിയമങ്ങളുമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ചില സന്ദർഭങ്ങളിൽ ഉയർന്ന ബന്ധമാണ് അൽ ഉഖുവത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള സാഹോദര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരേ വിശ്വാസധാരയിലും ഒരേ ആദർശത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് സഹോദരനാണ്. അപ്പം അങ്ങനെയുള്ളൊരു മുസ്ലിം ലാ യളിമുഹു, തൻ്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിനെ അവൻ ഉപദ്രവിക്കുകയില്ല, അവനോട് അക്രമം ചെയ്യുകയില്ല. ലാ യളിമുഹു,
വലാ യുസ്ലിമുഹു, അവന് അക്രമത്തിന് വിട്ടുകൊടുക്കൂല. അനിവാര്യമായ ഒരു ഘട്ടത്തിൽ തൻ്റെ വിശ്വാസത്തിൽ സഹോദരനായ ഒരു മുസ്ലിം ഇവൻ സ്വയം അവനോട് ദുൽമ ചെയ്യുകയില്ല എന്നതിന് പുറമെ അവനോട് അനീതി ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് അവന് വിട്ടുകൊടുക്കുകയുമില്ല. മൻ കാന ഫി ഹാജത്തി അഖീഹി, തൻ്റെ മുസ്ലിമായ ഒരു സഹോദരൻ്റെ ആവശ്യം അത് പൂർത്തിയാക്കുന്നതിന് ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസപരമായി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കണം. അപ്പോൾ എവിടെയാണ് ചേർക്കേണ്ടത്, ഏത് സ്ഥാപനത്തിലാണ് ചേർക്കേണ്ടത്, ആ കുട്ടിക്ക് എന്താണ് ഗുണം ചെയ്യുക, അവൻ്റെ സ്വഭാവവും അവൻ്റെ ദീനും അവൻ്റെ വിദ്യാഭ്യാസവും ഇതൊക്കെ ഒത്തുപോകുന്ന ഒരു സ്ഥലം തൻ്റെ കുട്ടിക്ക് പഠിക്കാൻ വേണമെന്നത് അയാളുടെ ആവശ്യമാണ്. അപ്പം അത് ഒരാളോട് പറഞ്ഞപ്പോൾ അയാൾ അതിന് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ആളുകളോട് ചോദിച്ച് അതിൻ്റെ വ്യക്തമായ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് അയാളെ ആ വിഷയത്തിൽ സഹായിക്കുകയാണെങ്കിൽ അതൊരു ആവശ്യത്തിൽ സഹായിക്കലാണ്. അയാൾക്ക് വളരെ പെട്ടെന്ന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് സഹായിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ആശ്വാസമാകും. വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പം അതിന് സഹായിക്കുക. ഇങ്ങനെ തൻ്റെ സഹോദരനായ ഒരു മുസ്ലിമിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരാൾ പരിശ്രമിച്ചാൽ കാൻ അല്ലാഹു ഫി ഹാജത്തിഹി, ഇവൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ അള്ളാഹു ഉണ്ടാവും. മറ്റൊരാളെ അവൻ്റെ ആവശ്യം പൂർത്തിയാക്കാൻ നമ്മൾ മുന്നിൽ നിന്നാൽ ഇവൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ അത് ഇവനറിയാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിച്ചു കൊടുക്കും, അത് എളുപ്പമാക്കി കൊടുക്കും. അതിൻ്റെ വഴികൾ അവന് വളരെ സുഗമമാക്കി മാറ്റും. ഒമൻ ഫർറജ അൻ മുസ്ലിമിൻ കുർബത്തൻ, ഒരു മുസ്ലിമിൻ്റെ ക്ലേശം ഒരാൾ ആശ്വസിപ്പിച്ചു കൊടുത്താൽ, രോഗിയായ ഒരാളാണ്, അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതുപോലെ നല്ല ചികിത്സയുള്ള ഒരു കേന്ദ്രത്തിൽ എത്തിക്കാനൊന്നും വേറെ ആരുമില്ല. അപ്പോൾ ഒരാൾ അതിന് താല്പര്യമെടുത്തു, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അയാളെ വാഹനത്തിൽ കൊണ്ടുപോയി അവിടെയുള്ള വിദഗ്ധന്മാരായ ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചു, വേണ്ടത്ര ഒത്താശകളൊക്കെ ആ വിഷയത്തിൽ ചെയ്തു. അത് ഒരാളുടെ ബുദ്ധിമുട്ടുള്ള കാര്യം പരിഹരിച്ചു കൊടുക്കലാണ്. അങ്ങനെ ഒരാൾക്ക് വിഷമമുള്ള ഒരു സംഗതിയിൽ അവന് പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഫറജല്ലാഹു അൻഹു ബിഹാ കുർബത്തും മിൻ കുറബി യൗമിൽ ഖിയാമ. ഖിയാമന്നാൾ എന്ന് പറയുന്നത് അവിടെ പ്രയാസങ്ങളാണ് ഉണ്ടാവുക, പ്രത്യേകിച്ചും ഹിസാബിൻ്റെ മുമ്പ്. അപ്പോൾ ആ പ്രയാസങ്ങളിൽ ഇവൻ അനുഭവിക്കുന്ന ഒരു പരലോക പ്രയാസത്തെ അള്ളാഹു അവന് ആശ്വാസമാക്കി കൊടുക്കും. ഇപ്പോൾ ദുനിയാവിൽ വെച്ച് അവൻ്റെ വിശ്വാസത്തിൽ അവനോട് സഹോദരനായിട്ടുള്ള ഒരാളുടെ ആവശ്യം നിർവഹിക്കാൻ ഇയാൾ മെനക്കെട്ടാൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കാൻ ഇയാൾ പരിശ്രമിച്ചാൽ, പരലോകത്ത് അയാൾക്ക് ബാധിക്കുന്നൊരു ബുദ്ധിമുട്ട് അള്ളാഹു നീക്കിക്കൊടുക്കും. ഒമൻ സത്തറ മുസ്ലിമൻ, ഇനി ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും ന്യൂനത എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യന് എല്ലാം പൂർണ്ണനായവരാരുമില്ല ഭൂമിയിൽ. അപ്പം എന്തെങ്കിലും നിലക്ക് ഇവന് വല്ല പോരായ്മകളുമുണ്ടെങ്കിൽ അതിങ്ങനെ ആളുകളോടിങ്ങനെ പറഞ്ഞ് പാട്ടാക്കി അവനെ വഷളാക്കാതെ അത് മറച്ചു വെച്ചു അവനോട് വളരെ സ്വകാര്യമായിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അത് മാറ്റണം, ആ സ്വഭാവം ശരിയല്ല, അത് നിങ്ങളിൽ നിന്ന് മാറണം എന്നൊക്കെ വളരെ സ്വകാര്യമായി മറ്റൊരാളെ അറിയിക്കാതെ ഉപദേശിക്കുക. എന്നാൽ ഇവൻ്റെ ഒരു കുറവ്, ഒരു ന്യൂനത അത് മറച്ചു വെക്കുക. ഇപ്പോൾ ഒരാളെ കുറിച്ച് അന്വേഷിച്ചാൽ ഇങ്ങനെ അപ്പോൾ വെറുതെ അയാളെക്കുറിച്ച് പറയുമ്പോൾ അയാൾ കുറേ ന്യൂനതകൾ, അയാൾ പോരാത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പരത്തലല്ല. നേരെ മറിച്ച് അതിങ്ങനെ കഴിയുന്നത്ര അത് മറ്റുള്ളവരെ അറിയിക്കാതെ അത് മറച്ചു വെച്ചാൽ ഇവന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവുമല്ലോ. ആ ന്യൂനതകൾ, പോരായ്മകൾ ഒരുപാടുണ്ടാവും, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പല കുറ്റങ്ങളും അവനും റബ്ബ് മാത്രം അറിഞ്ഞ കാര്യങ്ങളായിരിക്കും, വേറെ ആരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, ഇവൻ്റെ പോരായ്മകൾ പരലോകത്ത് അത് മറ്റുള്ളവർ അറിയാതെ മറച്ചു വെക്കും. അപ്പോൾ വിചാരണക്ക് ഹാജരാക്കുന്ന ഒരാളുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നിട്ട് ഇവൻ്റെ
ഗ്രന്ഥം അഥവാ ഇവൻ്റെ കുറ്റങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ അവനോട് ചോദിക്കുമെന്നാണ്. ഇത് ചെയ്തതല്ലേ, ഇത് ചെയ്തതല്ലേ, ഇത് ചെയ്തതല്ലേ, എല്ലാറ്റിനും നോ എന്ന് പറയാൻ അവന് കഴിയില്ല. എല്ലാവും അവൻ സമ്മതിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ കുറ്റങ്ങളെല്ലാം നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു അവന് പുറത്തു കൊടുക്കും. പക്ഷെ അവൻ്റെ പ്രാർത്ഥന കാരണം, അല്ലെങ്കിൽ അങ്ങനെ പൊറുക്കാൻ അവൻ നിരന്തരം അള്ളാഹുവിനോട് തേടിയത് കാരണം, അവനോടുള്ള അനുകമ്പയും റഹ്മത്തും കൊണ്ട് അള്ളാഹു അത് പരലോകത്ത് പുറത്തു കൊടുത്തിട്ടുണ്ടാവും. അതിന് പ്രധാനമായ കാരണം എന്താണ്? ദുനിയാവിൽ ഒരാളുടെ ന്യൂനത മറച്ചു വെക്കുന്നതിൽ അയാൾ പരിശ്രമിച്ചു. അതുകൊണ്ട് അയാളുടെ ന്യൂനത പരലോകത്ത് ആരും അറിയാതെ സ്വകാര്യമാക്കി വെക്കുന്നതിൽ അള്ളാഹു അതിന് വേണ്ട തീരുമാനമെടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് അടുത്തത്. ഖാല മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഏതെങ്കിലും ഒരു വിശ്വാസിയിൽ നിന്ന് ദുനിയാവിൽ അയാൾ അനുഭവിക്കുന്ന ഒരു ക്ലേശം ഒരാൾ ആശ്വാസമാക്കി കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവൻ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രയാസം, ഒരു ക്ലേശം, അത് അള്ളാഹു അവന് ആശ്വാസമാക്കി കൊടുക്കും. അപ്പോൾ ദുനിയാവിൽ ഒരാളെ ആശ്വസിപ്പിക്കുക എന്നതിന് എത്രമാത്രം മഹത്തായ പ്രതിഫലമാണ് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നത്. ഒരു ശുപാർശകനുമില്ലാത്ത, ഒരു മുതലുണ്ടായിട്ട് അത് മുഴുവൻ കൊണ്ടുപോയി അവിടെ ചെരിഞ്ഞു കൊടുത്താലും അത് പ്രായശ്ചിത്തമായി അള്ളാഹു സ്വീകരിക്കാത്ത, ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാൻ ഇടമുള്ള പരലോകത്ത് ഇവൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം അള്ളാഹു മാറ്റിക്കൊടുക്കും. ഒമൻ യസ്സറ അല മുഅ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്നവന് എളുപ്പമാക്കി കൊടുക്കുക. പ്രധാനമായും സാമ്പത്തികമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുഅ്സിറായ മനുഷ്യൻ, അയാൾക്ക് ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ ആ കുട്ടികളെ മുഴുവൻ പോറ്റാനും അവരുടെ വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ രോഗചികിത്സ, അങ്ങനെ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ ആ വീട്ടിൽ എല്ലാ സത്യവിശ്വാസികളെയും പോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ വീട്ടിൽ ഉണ്ടാകണമെന്നൊരവസ്ഥ ഉണ്ട്. അവർക്ക് വസ്ത്രം, കുട്ടികൾക്ക് വസ്ത്രം വാങ്ങണം, പെരുന്നാളിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങണം. എല്ലാ വീട്ടിലും പെരുന്നാൾ ആഘോഷിക്കുന്ന മാതിരി ഈ വീട്ടിൽ ആഘോഷിക്കണം. പക്ഷേ ഇയാൾ ഒരുപക്ഷെ ചില രോഗങ്ങൾ ബാധിച്ച ആളായിരിക്കും, അങ്ങനെ പണിക്ക് പോകാൻ പറ്റാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ പണിക്ക് പോകുന്നുണ്ട് പക്ഷേ നല്ലൊരു വരുമാനമുള്ള പണിയല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും തുച്ഛമായ വരുമാനം ഇന്ന് കിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ആവശ്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു പ്രയാസപ്പെടുന്നവന് അപ്പോൾ അവന് ആശ്വാസം എന്താണ്? ഈ പെരുന്നാൾ സമയത്ത് കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാനും വീട്ടിൽ അത്യാവശ്യമായി കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ വാങ്ങാനും അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ആ പ്രയാസമുള്ളവന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ യസ്സറല്ലാഹു അലൈഹി ബിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ഈ കൊടുത്ത വ്യക്തിയുടെ പ്രയാസങ്ങൾ ദുനിയാവിലും വൽ ആഖിറ പരലോകത്തും ആ പ്രയാസം അനുഭവിക്കുന്നതിൻ്റെ പ്രയാസത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. മനസ്സിലായേ? മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, ഒരാളുടെ ന്യൂനത മറ്റുള്ളവരെ അറിയിക്കാതെ അയാളുടെ മാനം കാത്താൽ, കാരണം അഭിമാനം എന്ന് പറയുന്നതൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇർള് എന്ന് പറയാം അറബിയിൽ. ആ ഇർള് അത് മറ്റുള്ളവരുടെ മുമ്പിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുക, അത് പല കാരണങ്ങളാലും ഉണ്ടാകും. ഒരാളോട് കുറച്ച് പൈസ വായ്പ വാങ്ങി, അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല സമയത്ത്. അപ്പം മറ്റവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൊടുത്ത കടമാണ്, അത് അവന് കിട്ടുക എന്നുള്ള അവൻ്റെ അവകാശമാണ്. അപ്പോൾ അവൻ ആളുടെ നിന്ന് അതിനെക്കുറിച്ച് ചോദിക്കുകയും എന്നിട്ട് പിന്നെ മറ്റുള്ളവർ ഇവർ തമ്മിൽ നടക്കുന്ന സംസാരം കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കടം വാങ്ങിയവന് ഭയങ്കര അയ്ബാണ്.
എന്നവൻ കരുതുന്നു. കാരണം നാട്ടിൽ വളരെ മാന്യനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം ഇവൻ സമയത്തിനൊന്നും കൊടുത്തിട്ടില്ല, ഒരുപാട് അവധികൾ മാറ്റി പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഒരു മൂന്നാം കക്ഷി അത് കേൾക്കുന്നത്. അത് സാരല്ല, അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സമാധാനിപ്പിച്ച് പിരിച്ചുവിട്ട് ആ കടക്കാരൻ കടം കൊടുക്കാനുള്ളവന് എത്ര ഈ കൊടുക്കാനുള്ളത് അത്ര ഞാൻ കൊടുക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒന്നുകിൽ ഇവൻ കൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് സംസാരിച്ചിട്ട് ആ കടം വീട്ടാനുള്ള ഒരു സൗകര്യം അവൻ ഉണ്ടാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ്. അപ്പോൾ അവൻ്റെ ഒരു വലിയ പ്രയാസം ആളുകളുടെ ഇടയിൽ വെച്ച് അവൻ വഷളാകുന്നതിൽ നിന്ന് ഇവൻ സംരക്ഷിച്ചു. അവിടെ അവൻ്റെ മാനം കാത്തു, പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വല്ലാഹു ഫി അവനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി അവനി അഖീഹി. തൻ്റെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി അവൻ എപ്പോഴൊക്കെ അധ്വാനിക്കുന്നുവോ അങ്ങനെയുള്ള വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ചെറിയ വാക്കല്ല, ഇതൊക്കെ നമ്മൾ സാധാരണ നിലക്ക് വളരെ പ്രാധാന്യപൂർവ്വം കണക്കിലെടുക്കേണ്ട സംഗതികളാണ്. ഇതൊക്കെയാണ് അള്ളാഹു ചെക്ക് ചെയ്യുക. നമ്മുടെ മുമ്പിൽ കാണുന്ന, നമുക്ക് ഇടപെടേണ്ട, പരിഹരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിലൊക്കെ നമ്മൾ അധ്വാനിച്ചാൽ നമ്മുടെ നേരെ വരുന്ന ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തടുക്കും. ഒരാളെ വേറൊരാളെ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. പിന്നെ ഒമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ. ഇനി ഒരറിവ്, പ്രത്യേകിച്ചും ദീനിയായ അറിവ്, അത് കിട്ടാൻ വേണ്ടി ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഇൽമു കിട്ടേണ്ട സ്ഥലം കുറച്ച് ദൂരെയാണ്. അപ്പം അവിടെ പോകണം. അപ്പം അതിനുവേണ്ടി ഉള്ള വഴി സൗകര്യപ്പെടുത്തി. അങ്ങനെ ഇൽമ് അവിടെ ചെന്നാൽ ഒന്നുകിൽ കുറച്ച് നടക്കണം, അതല്ലെങ്കിൽ ഒരു വാഹനപ്പുറത്ത് പോകണം. അത് ഇൽമ് പലയിടത്തും ഇൽമുണ്ടാവും. പള്ളികളിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, അവിടെ ഒരു ഇൽമുണ്ട്. ഹാളുകളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളന ഹാളുകളിൽ ഇൽമുണ്ടാവും. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടൽ. ഇങ്ങനെ ഇൽമ് ലഭിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കുന്നത്. കാരണം ഇൽമ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കള്ളന്മാർക്ക് കട്ടുകൊണ്ടുപോകാൻ കഴിയാത്ത, പോക്കറ്റ് അടിക്കാൻ കഴിയാത്ത ഒരു വലിയ അമൂല്യമായ ധനമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ്. എല്ലാ പണത്തിൻ്റെ മുകളിലും ഉള്ള ഒരു പണമാണ് വിദ്യ, അറിവ്. അപ്പം അങ്ങനെ ഒരു അറിവ് സമ്പാദിക്കാൻ വേണ്ടി ഒരാൾ മെനക്കെട്ട് അതിനുവേണ്ടി ഒരു യാത്ര അയാൾ ചെയ്തു. അതിനുവേണ്ടി കുറച്ച് സ്ഥലത്തേക്ക് നടന്നുപോയി. അങ്ങനെയാണെങ്കിൽ സഹലല്ലാഹു ലഹു അവന് തരീഖനിൽ ജന്ന. അപ്പം അവന് സ്വർഗത്തിലേക്ക് ഇതുവഴി പ്രവേശിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇൽമു തേടൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒമജിത്തമായ ഖൗമും ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി. ഇനി ഒരു സംഘം ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനം, അതാണ് ബൈത്തുള്ള എന്ന് പറയുന്നത്. ബൈത്തുള്ള അള്ളാഹുവിൻ്റെ വീട്. ഫി ബുയൂത്തിൻ അതിനല്ലാഹു അൻതുർഫ, സ്ഥാപിക്കപ്പെടാൻ, ഉയർത്തപ്പെടാൻ കൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. അത് സൂറത്തുൻ നൂറിൽ പറയുന്നത്. അതൊക്കെ അള്ളാഹിൻ്റെ പള്ളികളാണ്. അപ്പം അങ്ങനെയുള്ള പള്ളികളിൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടി. എന്താണ് അവരുടെ പണി? യത്ലുന കിതാബ് അല്ലാഹ്, അവിടെ വെച്ച് അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, എന്നിട്ട് അവർ അന്യോന്യം പഠിക്കുന്നു. പല സ്ഥലങ്ങളിലും കാണാം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി അതിൽ തജ്വീദ് നിയമങ്ങളൊക്കെ അറിയുന്ന ഒരാൾ അയാൾ ഓത്ത് തിരുത്തി കൊടുക്കും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് സാധാരണ കാണുന്ന കാര്യമാണ്. നന്നായിട്ട് ഓതാൻ അറിയുന്ന, തജ്വീദ് നിയമങ്ങളൊക്കെ അറിയുന്ന ഒരാൾ നിസ്കരിച്ചതിന് ശേഷം ഒരു മൂലക്കൽ മാറിയിരിക്കും. അപ്പോൾ കുറേ ആളുകൾ മുസാഫായിട്ട് അയാൾ ചുറ്റും വന്ന് കൂടും. എന്നിട്ട് ഓരോരുത്തരും ഓതുന്ന അവസരത്തിൽ ഈ ഖുർആന്റെ നിയമങ്ങൾ അറിയുന്ന ആൾ തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തി കൊടുക്കും. ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത്, അങ്ങനെയാണ് ഓതേണ്ടത്.
അപ്പോൾ അവിടെ വിഷയം എന്താണ്? കുറച്ചാളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുകയാണ്. അതെങ്ങനെ പാരായണം ചെയ്യണം. ഇനി അയാൾ മതപരമായി കുറച്ചുകൂടി പരിജ്ഞാനമുള്ള ആളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അയാൾ അതിനെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. ഒരു പോർഷൻ 2 ആയത്ത് 3 ആയത്ത് 4 ആയത്ത് അല്ലെങ്കിൽ ഒരു പേജ് അല്ലെങ്കിൽ അര പേജ് ഇതൊക്കെയാണ് ഓതുന്നതെങ്കിൽ എന്താണ് അതിൽ പറഞ്ഞ മതപരമായ വിധികൾ എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കേണ്ടത് എന്നും കൂടി അയാൾ ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് യതദാറസൂനഹു. അവർ അത് പരസ്പരം പറഞ്ഞു പഠിക്കുന്നു, ചോദ്യം ചോദിച്ച് പഠിക്കുന്നു. ഇങ്ങനെ ഒരു സംഘം ആളുകൾ പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും, ഇനി വെറും പള്ളി മാത്രമല്ല കേട്ടോ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും അത് പരസ്പരം ചോദിച്ചു പഠിക്കാനും ചർച്ചയാക്കാനും അങ്ങനെ അതിൽ നിന്ന് കുറേയധികം അറിവുകൾ സമ്പാദിക്കാനും വേണ്ടി ഒരു കൂട്ടം ആളുകൾ മെനക്കെടുകയാണെങ്കിൽ ഇല്ല നസലത്ത് അലൈഹിം സക്കീന, ആ സംഘത്തിൻ്റെ മേൽ അള്ളാൻ്റെ സക്കീനത്ത് ശാന്തത ഇറങ്ങും. അള്ളാൻ്റെ സക്കീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർക്ക് മനസ്സിന് നല്ല സമാധാനവും ഉറപ്പും അതുപോലെ തന്നെ ആത്മധൈര്യവും ഒക്കെ വന്നുപെടുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കും. വഗശിയത്തുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയും. റഹ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ റഹ്മത്തുല്ലാ എന്നാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് അവരെ പൊതിയും. വഹഫത്തുഹുൽ മലായിക, അത്തരം സദസ്സുകളിൽ മലക്കുകൾ ഒരിക്കലും ഒഴിവാക്കില്ല. ഈ പഠിക്കാനിരിക്കുന്ന ഈ സംഘത്തിനെ മലക്കുകൾ വന്ന് പൊതിയുന്ന പറഞ്ഞു. ഇല്ല ഹഫത്ത് ഹും അൽ മലായിക, ഹാഫീന മിൻ ഹൗലിൽ അർഷ് എന്നുണ്ടല്ലോ. ഹാഫീന മിൻ ഹൗലിൽ അർഷ്, സിംഹാസനത്തിൻ്റെ ചുറ്റും മലക്കുകൾ പൊതിഞ്ഞു നിൽക്കുമെന്നാണ്. അള്ളാഹിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും. അതുതന്നെയാണ് ഹഫത്ത് ഹുമുൽ മലായിക, അവരെ ആ സദസ്സിനെ മലക്കുകൾ പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അതല്ലെങ്കിൽ തത്തുല്യമായ അനുയോജ്യ സ്ഥലങ്ങളിൽ ദീനിയായ വിഷയം പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയും അവിടെ അതിനാവശ്യമായ അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾ അവർ പരിചിന്തനം നടത്തുകയും അങ്ങനെ അത് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലും ഉള്ള മലക്കുകളോട് അള്ളാഹുവിൻ്റെ ദീനിയായ ഒരു അറിവ് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു മേനി പറയും. കണ്ടോ, ഒരുപാട് അടിമകൾ ജനങ്ങൾ ലോകത്തുണ്ട്, പക്ഷെ ഈ ഒരു സംഘം ആളുകൾ അവരുടെ ദുന്യവിയായ ശുഗലുകളൊക്കെ മാറ്റിവെച്ച് അവരെ എൻ്റെ ദീന് പഠിക്കാൻ അല്ലെങ്കിൽ ഞാൻ അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥം പഠിക്കാൻ സമയം ചെലവാക്കുന്നു. ഒരു സ്ഥലത്ത് അവരെത്തിയിട്ടുണ്ട്, അതെന്തൊരു മഹത്തായ കാര്യമാണ്, നിങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലക്കുകളോട് ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മറ്റു സൃഷ്ടികളോട് ഇവരെക്കുറിച്ച് അള്ളാഹു മേനി പറയും. ഒമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു, അറിവ് പഠിക്കുന്നതിൽ അമാന്തം കാണിച്ചവൻ, അതാണ് മൻ ബത്തഅ ബിഹി അമലുഹു. താല്പര്യമില്ല, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുകയില്ല, അങ്ങനെ ജീവിക്കുന്നൊരുത്തൻ, മനസ്സിലായില്ല? അള്ളാഹു പിന്നെ എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ റിസ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മൂപ്പര് വലിയ ബോധേടല്ല. അങ്ങനെ ആരാണോ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അമാന്തം കാണിച്ച് നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ലം യുസ്രി ബിഹി നസബു, അവൻ വലിയ തറവാട്ടുകാരനായിട്ട് വലിയ കാര്യമില്ല. അവൻ്റെ കുടുംബം ഇന്ന കുടുംബത്തിൽപ്പെട്ടവനാണ്, ഇന്ന തറവാട്ടിൽപ്പെട്ടവനാണ്, ഇന്ന ഖുറൈശി കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ആരും കാര്യമില്ല. അവനെ അധ്വാനിച്ചിട്ടുണ്ടോ, അവൻ്റെ റിക്കാർഡിൽ സൽക്കർമ്മങ്ങളുണ്ടോ എന്നാൽ രക്ഷപ്പെടാം. അല്ല, ആ കാര്യങ്ങളിലൊന്നും അവൻ സ്വന്തമായി അധ്വാനിക്കേണ്ട വിഷയങ്ങളിലൊക്കെ കുറേ വീഴ്ച വരുത്തിയ വ്യക്തിയാണ്, അതിലൊന്നും ഒരു ശ്രദ്ധയില്ല. പിന്നെയോ വലിയ കുടുംബക്കാരനാണ്. അപ്പം ഞാൻ ആ കുടുംബത്തിൽപ്പെട്ടവർ, അതിൽ നല്ല മനുഷ്യന്മാരൊക്കെ ഓരോ കൂടെ ഞാനോട് പോവും എന്നൊന്നും വെക്കാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബ്. നസബ് പറഞ്ഞ കുടുംബം, തറവാട്. ഏത് കുടുംബത്തിലാണ് വലിയ അങ്ങനെയുള്ള ആളുകൾ വലിയ മേനി പറയലാണല്ലോ, എന്നെ തറവാട്ടുകാരനാണ് ഞാൻ. അപ്പോൾ അതിലൊന്നും അവൻ്റെ കുടുംബം അവനെ രക്ഷപ്പെടുത്തുകയില്ല.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ പറയാറുണ്ടല്ലോ, തആവനു അൽ ബിർരി വത്തഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളെ സഹായിക്കുക എന്ന് പറയുമ്പം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുമ്പം, അത് നല്ല കാര്യങ്ങൾ മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ, ചീത്ത കാര്യങ്ങൾ സഹായിക്കാൻ പാടില്ല. കാരണം ഒരാൾക്ക് സിഗരറ്റ് വലിക്കണം, പക്ഷേ പീശയിൽ മുഴുവൻ തപ്പി നോക്കുമ്പോൾ പൈസ ഇല്ല, പൊതുവെ തന്നെ ദരിദ്രനാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ഒരു ടുബാക്കോ, ഈ സിഗരറ്റുകൾ വാങ്ങുന്ന പാക്കറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ നികുതികളൊക്കെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് വാങ്ങുന്ന പണം കൊണ്ട് ശരിക്ക് ഒരു കുടുംബത്തിന് ചിലപ്പോൾ ആഹാരം കഴിക്കാനുള്ള ഇതുണ്ട്. അത്രമാത്രം വിലയാണ് ഇപ്പോൾ പലതിനും. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കാര്യമായിട്ടിങ്ങനെ തട്ടിക്കൂട്ടി കൊണ്ടുവരിക. ഹറാമായ സംഗതിയാണത്. ഇതെത്ര ഉപദേശിച്ചു കൊടുത്താലും ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ല. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വിതരണം ചെയ്യുന്ന പണിയാണ് ആളുകൾക്ക്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം അൽഹംദുലില്ലാഹ് ആളുകളെ ഇന്നൊക്കെ വളരെയധികം പിറകോട്ടാണ്. നല്ല കാര്യം. അപ്പം അങ്ങനെയുള്ള ഒരുത്തന് സിഗരറ്റ് വാങ്ങാൻ പൈസ ഇല്ല. അപ്പോൾ അവനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി എനിക്ക് വേഗം പോയി വാങ്ങി വലിച്ചോ എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്. അങ്ങനെ സഹായിക്കാൻ പാടില്ല. അതല്ല മുസ്ലിങ്ങളുടെ ആവശ്യത്തിൽ ഇടപെട്ട് സഹായിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഹറാമായ കാര്യത്തിന് സഹായിക്കാനേ പാടില്ല എന്നർത്ഥം. ഇനി അതേമാതിരി തന്നെ നമ്മൾ കടം ഒരാൾക്ക് കൊടുത്തു, ഇന്ന സമയത്ത് അത് തരണം എന്ന് പറഞ്ഞു. പക്ഷെ അയാളുടെ സാമ്പത്തിക നിലവാരങ്ങളൊന്നും മെച്ചപ്പെട്ടിട്ടില്ല, അയാൾ പ്രയാസത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അയാളോട് ചോദിക്കുക, നമ്മുടെ അവധിയൊക്കെ അയക്കണട്ടോ, എന്താണ് വല്ലതുണ്ടോ? അല്ലാ, എന്താ ഇപ്പം നിങ്ങളോട് പറയാ, പ്രയാസത്തിൽ തന്നെയാണ് എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അയാളോട് കയർത്ത് നമ്മൾ പറഞ്ഞ അവധിക്കനുസരിച്ചാണ്, എനിക്ക് നിങ്ങളെ പ്രയാസം എന്ന് അറിയണ്ട, എൻ്റെ പൈസ ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അയാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. തെറ്റാണെന്നാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയമല്ലെങ്കിൽ വായ്പ വാങ്ങിയവന് വീണ്ടും അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളത് വലിയ എഹ്സാനാണ്. അപ്പം അത് തന്നെ ഒരാളുടെ ക്ലേശം പരിഹരിച്ചു കൊടുക്കുന്നില്ല. കാരണം അയാൾ വളരെയധികം മാനസിക പ്രയാസത്തിലാണ്. കാരണം അപ്പോൾ അവധി ഇവിടെ ആയി, 3 മാസത്തെ അവധി പറഞ്ഞിട്ട് പൈസ വാങ്ങിയതാണ്, 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസം അടുക്കാൻ പോണ്. അങ്ങനെയും അയാളതിങ്ങനെ ശുഗൽ എങ്ങനെയാണ് ഇപ്പോൾ ഇയാളോട് വാങ്ങിയ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചാലോചിച്ച് ഞാൻ അയാളോട് എന്ത് പറയും എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ആ തമ്പ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവധിയായും ചെയ്തിട്ടുണ്ട്. അല്ല, പൈസ ഒക്കെ റെഡിയായോ? അല്ല, അത് നിങ്ങൾക്കറിയാലോ, ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് എന്താ പറയുക, നിങ്ങളോടൊരു അവധി പറഞ്ഞ് വാങ്ങിയതാണ്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വേറെ ആരോടെങ്കിലുമൊക്കെ വായ്പ വാങ്ങി തരുമ്പം അതിന് അയാളേക്കാൾ പ്രയാസപ്പെടണം. അപ്പോൾ ഒന്നുകിൽ പറ്റുമെന്ന വിധത്തിൽ അവിടെ അവന് ആശ്വാസമുണ്ടാക്കി കൊടുക്കൽ അഥവാ അവധി നീട്ടിക്കൊടുക്കൽ, അതൊക്കെ ഈ വൈൻഖാന ദൂസുറത്തിൻ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 280-ാമത്തെ ആയത്ത്. ഒരാൾ വളരെ പ്രയാസം അനുഭവിക്കുന്നവനാണെങ്കിൽ ഫനളിറത്തുൻ, അവന് അവധി നീട്ടിക്കൊടുക്കണം, ഇലാ മൈസറ, അവന് ആശ്വാസമുണ്ടാകുന്ന സമയത്തേക്ക്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് പൈസ കൊടുത്തെങ്കിലും വരാനുണ്ടാവും. അപ്പോൾ അത് നീട്ടിക്കൊടുക്കണം. അതേസമയം ആൾക്കാർ കടം വാങ്ങുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ എന്താണ്ടാകുന്നത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കടം വാങ്ങുന്ന ചില ബിരുദന്മാരുണ്ട്. വാങ്ങുമ്പോൾ തന്നെ അവൻ മനസ്സിൽ എന്താണ് അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം. ഇതേമാതിരി ഒരുപാട് ആൾക്കാരോട് മുമ്പ് വാങ്ങിയിട്ടുണ്ട്, അവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇയാളോട് വാങ്ങിയാലും തിരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് കടം വാങ്ങുന്നത്. പറയുമ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് തരാം, എങ്ങനെയെങ്കിലുമൊക്കെ അത് കൊടുക്കാൻ കഴിയും ചെയ്യും അയാൾക്ക്. പക്ഷേ അതിൻ്റെ സമയം വരുമ്പോൾ ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച, ഒരാഴ്ച കൂടി നിങ്ങൾ കാത്തിക്കയറി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് സമീപിച്ച് നോക്കുമ്പോൾ അതെ, അത് റെഡിയാക്കാം, പ്രയാസമൊന്നുമില്ല, നാളെ തരാം. നാളെ ചോദിക്കുമ്പം മറ്റന്നാൾ തരാം. ഇതിനാണ് മുമാത്തല എന്ന് പറയാം.
അതായത് ആളെ സ്വീപ്പാക്കുക. കൊടുക്കാൻ കഴിഞ്ഞിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വരുന്നത് കടം വീട്ടാൻ സാധിക്കുന്ന മനുഷ്യനാണ്, പക്ഷെ വീട്ടുന്നില്ല. അതങ്ങനത്തെ ചില ആൾക്കാരുടെ സ്വഭാവം അങ്ങനെ. സഹോദരന്മാരത് ഭയങ്കര തെറ്റാണ്. അതുകൊണ്ട് കടം തന്നെ വാങ്ങരുത്, കഴിയുന്നത്ര കടം വാങ്ങാതെക്കുക. മനസ്സിലായോ? പിന്നെ ആ കടം വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിനോട് അതിന് ഉള്ള സൗകര്യം ചെയ്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ സ്വീപ്പാക്കണം എന്ന് വെച്ചുകൊണ്ട് കടം വാങ്ങിയാൽ മാത്രങ്ങളിത് വല്ല നല്ല സൗകര്യമുള്ള ഏർപ്പാടാണെന്നിട്ട് വിചാരിക്കണ്ടോ? ഒരാൾ കടത്തോടു കൂടി മരിച്ചാൽ അയാൾക്ക് ഭയങ്കര പ്രയാസമാണ് പരലോകത്തുണ്ടാവുക. കടത്തോടു കൂടി മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് തൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചാൽ ഇയാൾക്ക് വല്ല കടമുണ്ടോ എന്ന് നബി ചോദിക്കാറുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ചോളി, ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറയും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു സഹാബി അയാളെ കട ഏറ്റെടുത്തു. ആയിക്കോട്ടെ, ആ കടം ഞാൻ വീട്ടിക്കൊള്ളാം റസൂലെ എന്ന് പറഞ്ഞ് വേറൊരു സഹാബി ഏറ്റെടുത്തപ്പോഴാണ് റസൂൽ അവൻ്റെ മയ്യത്ത് നിസ്കരിച്ചത് എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കടം വളരെ പ്രധാനപ്പെട്ടതാണ്. ആവശ്യമില്ലാതെ കടം വാങ്ങരുത്, ഒരു പൈസ പോലും വാങ്ങരുത്. കാരണം നമ്മൾ അങ്ങനെ തന്നെയാണ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ കടക്കാരനായിട്ടാണ് മരിക്കുക. അതുകൊണ്ട് കട എഴുതി വെക്കണം. തൻ്റെ ഏറ്റവും അടുത്ത ഭാര്യയോടും മക്കളോടൊക്കെ പറയണം, ഇന്നാൾക്ക് ഇത്ര പൈസ ഞാൻ കൊടുക്കാണ്ട്, അതവരെ അറിയിക്കണം. ഇനി ഇയാൾ മരണപ്പെട്ടാൽ ഇയാൾക്ക് മറ്റുള്ളവരെ അറിയിക്കേണ്ട വിഷയങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു ആധാരം, ഒരു റെക്കോർഡ് ഉണ്ടാവണം. അതെടുത്ത് മറച്ചു വെക്കും ആൾക്കാർ. ഇവൻ ആർക്കൊക്കെ കൊടുക്കാനുള്ളത്, ആരോടൊക്കെ കിട്ടാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു പുസ്തകം, അത് നല്ലതാണ്. അപ്പം അതിൽ നോക്കിയിട്ട് ആൾക്കാർ ഇന്നാൾക്ക് ഇത്ര കൊടുക്കാണ്ട്, ഇന്നാളിൽ നിന്ന് ഇത്ര കിട്ടാണ്ട്, അതൊക്കെ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ആൾക്കാർ കൈകാര്യം ചെയ്യും. അപ്പം അല്ലാതെ ഇങ്ങനെ വലിയ പൈസ കടമാക്കി ആ തുണിഷാപ്പ് പൈസ കൊടുക്കാൻ, ആ മസാലക്കടയിൽ പൈസ കൊടുക്കാൻ, മറ്റൊടുത്ത് പൈസ കൊടുക്കാൻ, ഇനി പൈസ ഉണ്ടായാലും അത് കൊടുക്കാതിരിക്കുക. ഇനി കുറേ കടങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ കുറച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ കുറേ പൈസ കുറേ കാലങ്ങൾ പഴയതുള്ള പഴയതൊക്കെ ഇങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ പഴയത് ചോദിക്കരുത് എന്നാണ്. എന്താ ഇത് പഴയത് ചോദിക്കരുത് പറഞ്ഞാൽ എല്ലാം കടമാണ്. കടമായിട്ട് വാങ്ങിയതാണെങ്കിൽ പഴയത് പുതിയതൊന്നുമില്ല, അത് കടം വീട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം പരലോകത്ത് ഭയങ്കരമായിരിക്കും എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം മര്യാദകൾ പാലിക്കാനും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.